ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു. നിലമ്പൂർ മണ്ഡലത്തിന്റെ വികസനത്തിൽ പുതിയ MLA എട്ടുകാലി മമ്മൂഞ്ഞ് ചമയുന്നുവെന്ന് LDF. വില കുറഞ്ഞ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് MLA അവസാനിപ്പിക്കണമെന്നും വികസനത്തിന് അള്ളുവെക്കരുതെന്നും LDF മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇപ്പൊ നിലമ്പൂർ മണ്ഡലത്തിൽ പുതിയ MLA വന്നിരിക്കുകയാണ്. പഴയ MLA രാജിവെച്ച് പോയ സന്ദർഭത്തിൽ LDFന്റെ മണ്ഡലം കമ്മിറ്റി എന്ന നിലയിൽ ഞങ്ങൾ LDFന്റെ മണ്ഡലം നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി തന്നെ MLAയുടെ അഭാവത്തിലും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ LDF ഒറ്റക്കെട്ടായി ഇടപെട്ട് ആവശ്യമായ ഇടപെടലുകൾ നടത്തി ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകും. അതിന് സർക്കാരിന്റെയും LDF സംസ്ഥാന നേതൃത്വത്തിന്റെയും സഹായത്തോടു കൂടി അത് ബൈപ്പാസ് ആയാലും ജില്ലാ ആശുപത്രി ആയാലും കോളേജ് ആയാലും നമ്മുടെ CNG റോഡിന്റെ വികസന പ്രവർത്തനങ്ങളായാലും മണ്ഡലത്തിലെ സുപ്രധാനങ്ങളായ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭരണപരമായും രാഷ്ട്രീയമായും ഇടപെടും എന്ന നിലപാട് സ്വീകരിക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ഇടപെടുകയും ഈ കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് പോകാൻ കഴിയുകയുണ്ട്. അതിനിടയിലാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നത്. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായി ആ പ്രവർത്തനങ്ങളെല്ലാം ആ സന്ദർഭത്തിൽ നടപ്പിലാക്കുക എന്നുള്ളത് സാധിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പുതിയ MLA തെരഞ്ഞെടുക്കപ്പെട്ടു. പുതിയ തെരഞ്ഞെടുക്കപ്പെട്ട MLA ഇനി 5-6 മാസമാണ് അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ളത്. അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ 5-6 മാസം കൊണ്ട് ഒരു MLA എന്ന നിലക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇടപെടാനും ചെയ്യാനുമുള്ള സമയമില്ല. ഇപ്പൊ ജില്ലാ ആശുപത്രിയിൽ ഒരു യോഗം ചേർന്ന സന്ദർഭത്തിൽ ആ യോഗത്തിൽ സ്വാഭാവികമായി MLAയോട് സർക്കാരിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും എല്ലാം പ്രോജക്ടുകൾ അത് അവലോകനം ചെയ്യുന്ന സന്ദർഭത്തിൽ MLAയുടെ വക എന്തെങ്കിലും സംഭാവന ഉണ്ടാകണം, ഇടപെടൽ ഉണ്ടാകണം, പ്രോജക്ട് ഉണ്ടാകണം എന്ന് പരസ്യമായി അഭ്യർത്ഥിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പരസ്യമായി നൽകിയ മറുപടി, നിങ്ങൾ അടുത്ത തവണ കൂടി എന്നെ തെരഞ്ഞെടുക്കും, ഇത്തവണ വളരെ കുറഞ്ഞ സമയമുള്ളൂ, പ്രത്യേകിച്ച് MLA എന്ന നിലയ്ക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, എന്നാൽ അടുത്ത തവണ എല്ലാവരും കൂടി എന്നെ തെരഞ്ഞെടുക്കാൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതൊരു വസ്തുതയുമാണ്, അതൊരു തെറ്റായ സമീപനമല്ല, അതൊരു ശരിയായ സമീപനമാണ്. എന്നാൽ ചില പ്രവർത്തനങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഇപ്പൊ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടു ഇപ്പൊ അതൊരു വിവാദമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ കോൺഗ്രസിന്റെ ഒരു പ്രചരണവും ക്യാമ്പയിനും അതിനെ സംബന്ധിച്ചുകൊണ്ട് മുനിസിപ്പാലിറ്റിയിലെ LDF കൗൺസിലർമാർ അവരുടെ ഇടപെടലും ഇതുമായി ബന്ധപ്പെട്ട വസ്തുതകൾ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രതികരണം വന്നു. ഞാനെന്റെ തർക്ക വിതർക്കങ്ങളിലേക്കല്ല പോകുന്നു. അത് പരിശോധിച്ചപ്പോൾ വ്യക്തമായ കാര്യം എന്താ, പത്രപ്രവർത്തക സുഹൃത്തുക്കൾക്കെല്ലാം അറിയാവുന്നതാണ്, ആൾക്കാർക്ക് അറിയാവുന്നതാണ്. പത്രപ്രവർത്തക സുഹൃത്തുക്കളെയും ചില പ്രാദേശിക മാധ്യമങ്ങളെയും എല്ലാം സ്വാധീനിക്കാനും അദ്ദേഹത്തിന്റെ വഴിക്ക് കൊണ്ടുപോകാനും ഒക്കെയുള്ള ശ്രമങ്ങൾ മുമ്പുള്ളതുപോലെ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ചില മാധ്യമങ്ങൾ അതിനനുസരിച്ച് ചില വാർത്തകൾ അതെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ വസ്തുതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ ജില്ലാ ആശുപത്രിയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് UP സ്കൂളിന്റെ സ്ഥലം വെച്ചിട്ടില്ല. ഇത് പഴയ MLA മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ കൂടെ 100% യോജിച്ചു നിന്നതാണ്. നിലമ്പൂർ മുനിസിപ്പാലിറ്റി ഞങ്ങൾ വന്നതിന് ശേഷം അതിനാവശ്യമായ മുനിസിപ്പാലിറ്റിക്ക് സ്വീകരിക്കാൻ കഴിയുന്ന നടപടികളെല്ലാം സ്വീകരിച്ചതാണ്. ബാക്കി
സ്വാഭാവികമായും 2 വകുപ്പുകൾ എന്ന നിലയ്ക്കുള്ള അതിന്റെ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ MLA വന്നപ്പോ അദ്ദേഹത്തിന്റെ ഇടപെടൽ അതിനെ സംബന്ധിച്ച് അവകാശമാണ് പരിശോധിച്ച് വന്നപ്പോ അപ്പോഴാണ് മുനിസിപ്പാലിറ്റിയിലെ UDF പ്രതിപക്ഷം, കോൺഗ്രസ് പ്രതിപക്ഷം എന്ന് പറഞ്ഞുകൂടെ കോൺഗ്രസ്, കാരണം പി അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരെല്ലാം ഇതിനോട് സഹകരിച്ചവരാണ്. അദ്ദേഹം കൂടെ നിന്നതാണ് ഇതിന്റെ കൂടെ ഉള്ളതുപോലെ പറഞ്ഞാൽ. പക്ഷെ കോൺഗ്രസ് അവര് വിയോജന കുറിപ്പ് പുറത്തിരിക്കാൻ രേഖാമൂലം ഇപ്പൊ പുറത്തു വന്നല്ലോ. ആ വിയോജന കുറിപ്പ് മാത്രമല്ല, ആ സ്കൂളിൽ ഒരു PTA കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ PTA കമ്മിറ്റിയുടെ ഭാരവാഹി എന്ന് പറയുന്നത് ഒരു തടുക്കാരനാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ PTA കമ്മിറ്റി സ്വീകരിച്ച നിലപാടും പരസ്യമായ നിലപാടാണ്. ചില ആളുകൾ വൈകാരികമായി പ്രതികരിക്കാൻ തയ്യാറാണ്. കാരണം ആ സ്കൂള് കടന്നു പോകുമ്പോഴുള്ള നൊസ്റ്റാൾജിയ പ്രകടിപ്പിച്ച ചില ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചപ്പോൾ അവരെ കുട്ടികൾ പഠിക്കുന്ന PG സ്കൂളിലാണ്. അപ്പൊ നൊസ്റ്റാൾജിയുടെ പ്രശ്നമൊന്നുമില്ല. ഏതായാലും ആ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് തടസ്സം നിന്ന കരാറാണ്. അതിന് രേഖകൾ സഹിതം തെളിവുകൾ സഹിതം പുറത്തു വരുന്ന സ്ഥിതി വന്നു. ഇപ്പൊ ബൈപ്പാസിന്റെ ഒരു ഘട്ടം വരിക, വലിയ അവകാശവാദം ഉന്നയിക്കുന്നു. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA ജനപ്രതിനിധി എന്ന നിലയ്ക്ക് അദ്ദേഹം ഇക്കാര്യത്തിലൊക്കെ പോസിറ്റീവായി നടത്തുന്ന എല്ലാ ഇടപെടലുകളെയും സ്വാഗതം ചെയ്യുകയും അതിനോട് സഹകരിക്കുകയും ചെയ്യുന്ന നിലപാടാണ് LDF ഉള്ളത്. അത് ഇവിടെ മാത്രമല്ല, ഇപ്പോ UDFന്റെ MLA-മാരുടെ നിയോജക മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് സുഗമമായി നടന്നുപോകുന്നുണ്ടല്ലോ. അപ്പൊ ഈ മനോഹര ഹൈവേ LDFന്റെ MLA-മാരുടെ മണ്ഡലങ്ങൾ മാത്രമല്ല, പണ്ടൂരുണ്ട്, ഏറനാടുണ്ട്. അങ്ങനെ UDFന്റെ MLA-മാരുള്ള മണ്ഡലങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ മാനവേദന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമല്ല, ഈ മണ്ഡലങ്ങളിലെ സ്കൂളുകളെല്ലാം വികസന പ്രവർത്തനം നടക്കുന്നു. വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു പക്ഷപാതവും കാണിക്കുകയില്ല എന്ന സമീപനമാണ്. രാഷ്ട്രീയത്തിനും മുന്നണിക്കും ഒക്കെ അതീതമായി വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എല്ലാവരും ഒന്നിച്ച് നിൽക്കണം എന്ന നിലപാടാണ് LDF എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. ആ നിലപാട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ സ്വീകരിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ അഭ്യർത്ഥന, ഇപ്പൊ ബൈപ്പാസ് എങ്ങനെയാണ് ആ ബൈപ്പാസിന്റെ പ്രവർത്തനം പൂർത്തീകരിക്കുന്നത്, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് അറിയാത്തവരല്ല ഇവിടെയുള്ള ആരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നമ്മുടെ ധനകാര്യമന്ത്രി തന്നെ ഈ രീതിയിൽ നമ്മുടെ നിലമ്പൂര് ഓഫീസിൽ വന്ന സമയത്ത് അദ്ദേഹം പത്രക്കാരുടെ മുമ്പാകെ ഈ ബൈപ്പാസ് അതിന്റെ ഗുണഭോക്താക്കളുടെ ഒരു കൂട്ടായ്മയുടെ മുമ്പാകെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് 277.78 കോടി രൂപയുടെ ധനാനുമതിയായി സാങ്കേതികമായി എല്ലാ സംഗതികളും പൂർത്തീകരിച്ചു, ബൈപ്പാസ് യാഥാർത്ഥ്യമാകും എന്ന് വ്യക്തമായി പറഞ്ഞതാണ്. അപ്പോഴാണ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും അതിന്റെ ഒരു താമസം വരും. ഇപ്പൊ അതിന്റെ ഒരു സ്റ്റെപ്പ് നീക്കുക. ഞങ്ങൾ പറയുന്നത് ഒരു സ്റ്റെപ്പ് മാത്രമല്ല, ബൈപ്പാസ് പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടണം. അതിന് സ്ഥലം വിട്ടു നൽകിയ ആളുകൾക്ക് ധനസഹായം ചെയ്യേണ്ട പ്രശ്നം വളരെ ഗൗരവമായ പ്രശ്നമാണ്. വളരെ അടിയന്തരമായി അതിന്റെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുക, അതിന്റെ പരിധി നീക്കിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ആ പ്രൊജക്ട് സമ്പൂർണ്ണമായി നടപ്പാക്കണം. MLA UDF ആണോ അല്ലേ എന്നുള്ളതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമല്ല. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടു എന്നുള്ള പ്രശ്നമല്ല. പരാജയമൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തി കഴിഞ്ഞതാണ്. ഞങ്ങൾ സ്വയംവിമർശനപരമായി പരിശോധിക്കാനുള്ള കാര്യങ്ങളെല്ലാം പരിശോധിച്ചു കഴിഞ്ഞതാണ്. അതിൽ വിജയിച്ചെങ്കിലും വല്ലാതെ മേലുനടിക്കാനൊന്നും ഇല്ല എന്ന യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ളത് വേറെ വസ്തുത. ഇപ്പൊ അങ്ങോട്ട് പോകല്ല. ഈ ബൈപ്പാസ് എന്താ അവകാശവാദം? ഇപ്പൊ MLA വന്നപ്പോ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് വല്ലാത്ത വേഗത നടക്കുകയാണ്. ചില മാധ്യമങ്ങളിലൊക്കെ ആ നിലയിലുള്ള പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിൽ ആരംഭിച്ചിട്ടുണ്ട്. വസ്തുതകളായി കാണണ്ടേ? MLA എന്ന നിലയ്ക്ക് പല ഇടപെടലുകൾ നടത്താൻ സാധിക്കും എന്നെല്ലാവർക്കും അറിയാം. അദ്ദേഹം എന്തെങ്കിലും പുതിയ പ്രോജക്റ്റുകൾ കൊണ്ടുവന്നാൽ അദ്ദേഹത്തിൻ്റെതായ സംഭാവനകൾ അതിൽ ഉൾപ്പെടുത്തിയാൽ അതിനെ അംഗീകരിക്കാനും അതിനോടും സഹകരിക്കാനും MLA എന്ന നിലയ്ക്ക് കൊണ്ടുവരുന്ന വികസന പ്രവർത്തനങ്ങളോട് സഹകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഒരു MLA അപ്പുറത്തുള്ള ഒരാളാണ് എന്ന നിലയിലുള്ള ഒരു വിരോധം അക്കാര്യത്തിൽ കാണുന്നില്ല. പക്ഷെ വസ്തുതകളായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ നീങ്ങി എന്നുള്ളത് എല്ലാവർക്കും നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇപ്പൊ ജില്ലാ ആശുപത്രിയുടെ കാര്യത്തിൽ കാണിച്ച ഒരു നാടകം ഉണ്ടല്ലോ, ആ നാടകം വീണ്ടും അരങ്ങേറാൻ വേണ്ടി നടപടികൾ സ്വീകരിക്കരുത്. ദയവായി ഈ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെ ജില്ലാ ആശുപത്രി കണ്ണുവെച്ചതുപോലെ അള്ളുവെക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്.
അത് ബൈപ്പാസ് ആയാലും കോളേജായാലും എല്ലാം നടപടി പൂർത്തീകരിച്ചിരിക്കുകയാണ് കോളേജിന്റെ. ഇദ്ദേഹം ചുമതല എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിന്റെ പണം കൈമാറാനുള്ള എല്ലാ നടപടിയും പൂർത്തിയായി. ബാക്കിയുള്ളത് സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കെട്ടിടം ഉണ്ടാക്കണമൊക്കെ നിമിഷനേരം കൊണ്ട് നടക്കുന്നതല്ലല്ലോ. ഈ 6 മാസം കൊണ്ട് തീരുന്നതല്ല. അതിനതിൻ്റെതായ സമയം പിടിക്കും. എല്ലാ വികസന പ്രവർത്തനങ്ങളും അങ്ങനെയാണ്. ഇപ്പൊ നിലമ്പൂർ ടൗൺ, അതിനിടയിൽ ഇദ്ദേഹം MLA ആയപ്പോ ഒരു ചാനൽ കാണിച്ചു, അവിടെ ഒരു കുഴി, ബസ് സ്റ്റാൻഡ് കുഴിയുണ്ട്, വസ്തുതയാണ്. വല്ലാത്ത മഴ പെയ്തു, അതിന്റെ പ്രയാസം ഉണ്ടായി. ഇപ്പൊ അവിടെ പണി നടക്കുന്നുണ്ടല്ലോ. എന്നാൽ ആ കുഴിയുടെ അപ്പുറത്ത് 200 മീറ്റർ അപ്പുറത്ത് നിലമ്പൂർ അങ്ങാടിയിൽ, നിലമ്പൂർ പട്ടണത്തിൽ 7 മീറ്റർ ഉണ്ടായിരുന്ന വീതി, റോഡിന്റെ വീതി 13 മീറ്ററായി വർദ്ധിച്ചു. അവിടെ 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം പൂർത്തീകരിച്ചു. അതിന്റെ ബാക്കി 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടക്കാൻ പോകുന്നത് അന്നുണ്ടായ പ്രൊജക്റ്റാണ്. നവകേരള സദസ്സിന്റെ ഭാഗമായി എടുത്ത തീരുമാനമാണ് 5 കോടി രൂപയുടെ വികസനം. എല്ലാ മണ്ഡലത്തിലും ഇവിടെ മാത്രമല്ല, അതിന്റെ ഭാഗമായി അതിന്റെ ബാക്കി പണി നടക്കുകയാണ്. അപ്പൊ അതിന് അവകാശവാദം ഉന്നയിക്കുന്നത് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾ MLAക്ക് മുൻകൈ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെ ഞങ്ങൾ പറയുന്നു. ഉണ്ടാകാം, മറ്റു പല മണ്ഡലങ്ങളും ഉണ്ട്. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അങ്ങനെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് നടക്കേണ്ട വികസന പ്രവർത്തനത്തെ ഇങ്ങനെ വില കുറഞ്ഞ അവകാശവാദങ്ങളിലൂടെ തട്ടിയെടുക്കാൻ നോക്കി. എന്തെങ്കിലും ഇടപെട്ട് കൊണ്ടുവന്നാൽ ഞങ്ങൾ അവരോട് സഹകരിക്കാൻ തയ്യാറാണ്. ആ നിലയിൽ പ്രചരണം കൊണ്ട് ഏതെങ്കിലും മാധ്യമത്തിൽ ഏതെങ്കിലും ആളുകളെ സ്വാധീനിച്ച് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പക്ഷപാതിത്വത്തിന്റെ ഭാഗമായി ഏകപക്ഷീയമായ പ്രചരണം നടത്തി ആ പ്രചരണം കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നത്. ഒരു സത്യസന്ധമായ നിലപാട് ഈ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകണം. LDF എന്ന നിലക്ക് ഞങ്ങൾ നേരത്തെ പഴയ MLA രാജിവെച്ച് പോയ സന്ദർഭത്തിൽ പറഞ്ഞ അതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങളാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഗവൺമെന്റിൽ ഞങ്ങൾക്ക് തിരുത്താൻ കഴിയുന്ന സ്വാധീനം കൂടി ഉപയോഗപ്പെടുത്തി ഈ വികസന പ്രവർത്തനങ്ങൾ കഴിയാവുന്ന വേഗതയിൽ പൂർത്തീകരിക്കുക എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതിനിപ്പോ MLA വന്ന സ്ഥിതിക്ക് അദ്ദേഹം കൂടി ഇടപെട്ടാൽ, ഈ നിലയിൽ ഇടപെട്ടാൽ അദ്ദേഹവുമായി സഹകരിക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു മടി അക്കാര്യത്തിലില്ല. എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അതിന് കിടന്ന അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരം അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് ഈ വികസനത്തെ അള്ളുവെക്കുന്നതിനാണോ എന്ന സംശയം സ്വാഭാവികമായിട്ടും നാട്ടിലുണ്ട്. അത് LDF എന്ന നിലക്ക് അങ്ങനെ വന്നാൽ അതിനും ഞങ്ങൾ ഇടപെട്ടുകൊണ്ട് പോകാൻ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ജനങ്ങളെ അണിനിരത്താൻ LDF എന്ന നിലക്ക് ഞങ്ങൾക്ക് ചുമതലയുണ്ട്. ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തനിക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞിരുന്ന MLA ഇപ്പോൾ വികസന തുടർച്ചയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് രംഗത്ത് വരികയാണെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. നിലമ്പൂർ ബൈപ്പാസ് KNG റോഡ് നവീകരണം, നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് തുടങ്ങിയ പദ്ധതികളുടെ നിലവിലുള്ള പുരോഗമന നടപടികൾ പുതിയ MLA തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുൻപേ ഉള്ളതാണ്. ബൈപ്പാസിന് ഭൂമി ഏറ്റെടുക്കാനും നിർമ്മാണ പ്രവർത്തിക്കുമായി 277.78 കോടിയുടെ ധനാനുമതി ആയതാണ്. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിലമ്പൂരിൽ വെച്ച് തന്നെ ഇത് വ്യക്തമാക്കിയതാണ്. എന്നാൽ ആര്യാടൻ ഷൌക്കത്ത് MLA ഇപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് ശ്രമിക്കുന്നത്. KNG റോഡ് നവീകരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചത് കോൺഗ്രസ് ആണ്. അന്ന് വികസനത്തിന് തുരങ്കം വെച്ചവർ ഇന്ന് അവകാശവാദവുമായി രംഗത്ത് വരുന്നത് അപഹാസ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജിന്റെ സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുകയാണ്. നിലമ്പൂർ ജില്ലാശുപത്രി വികസനത്തിന് സ്കൂൾ ഭൂമി ഏറ്റെടുക്കുന്നത് തടയാനാണ് MLAയും കോൺഗ്രസും ശ്രമിക്കുന്നത്. സ്കൂൾ ഭൂമി ഏറ്റെടുക്കാനുള്ള ആവശ്യം മുൻ MLA PV അൻവർ മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ അന്ന് നഗരസഭ ഭരിച്ചിരുന്ന UDF ഭരണസമിതി എതിർത്തു. പിന്നീട് LDF ഭരണസമിതി സ്കൂൾ ഭൂമി വിട്ടുകൊടുക്കാനുള്ള തീരുമാനം സ്വീകരിച്ചപ്പോഴും കോൺഗ്രസ് വിയോജിച്ചു. PV അബ്ദുൽ വഹാബ് MPയും ജില്ലാ പഞ്ചായത്തും ലീഗും താൽപര്യം പ്രകടിപ്പിക്കുമ്പോഴും സ്കൂൾ ഭൂമി വിട്ടുകൊടുക്കരുതെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. സ്കൂൾ ഭൂമി ആശുപത്രിക്ക് വിട്ടുകൊടുക്കാനുള്ള നടപടി സർക്കാർ തലത്തിൽ നടന്നു വരികയാണെന്നും LDF നേതാക്കൾ പറഞ്ഞു. MLAയുടെ വികസന പ്രവർത്തനങ്ങളെ LDF സഹകരിക്കും. എന്നാൽ കള്ളപ്രചരണങ്ങളും വില കുറഞ്ഞ അവകാശവാദങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും LDF നേതാക്കൾ പറഞ്ഞു. CPM ജില്ലാ കമ്മിറ്റി അംഗം E പത്മാക്ഷൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം PM ബഷീർ, കേരള കോൺഗ്രസ് M ജില്ലാ കമ്മിറ്റി അംഗം സ്കറിയ കിനാന്തോപ്പിൽ, NCPS ബ്ലോക്ക് പ്രസിഡന്റ് പരിന്ത നൌഷാദ്, INL ജില്ലാ കമ്മിറ്റി അംഗം പറാട്ടി കുഞ്ഞാൻ, CPM നിലമ്പൂർ ഏരിയ സെക്രട്ടറി M മോഹനൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. വൈവിധ്യങ്ങളായ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് വളകളുടെ വിസ്മയമൊരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാംഗിൾ ഫെസ്റ്റ്. സെപ്റ്റംബർ 1 മുതൽ 10 വരെ. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, സ്കൈ ടവർ, നിലമ്പൂർ.
മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ് പ്രീ ഷോ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ നടക്കുന്ന ആർട്ടിസ്റ്റ് പ്രീ ഷോയിൽ അതിവിപുലമായ കളക്ഷൻസ്. വരൂ ഈ വിസ്മയ വിരുന്നിലേക്ക്. നിങ്ങൾക്കേവർക്കും സ്വാഗതം. ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. വരൂ ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ.